നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ ചേരും. ഇഡിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതം എന്നാരോപിക്കുമ്പോഴും മേൽക്കോടതികളെ സമീപിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതിരോധത്തിലായ കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള നീക്കത്തിലാണ്. ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഈ മാസം 25 മുതൽ വിചാരണ ആരംഭിക്കുമ്പോൾ ഇഡി ഓഫീസിന് മുൻപാകെ പ്രവർത്തകർ ഉപരോധം തീർക്കാനാണ് തീരുമാനം. കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്കും കോൺഗ്രസ് രൂപം നൽകും. ദില്ലിയിലെ പുതിയ കോൺഗ്രസ് മന്ദിരത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ചേരുന്ന യോഗത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പ്രധാന അജണ്ടയെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസിലെ തുടർ രാഷ്ട്രീയ സമരങ്ങൾ ചർച്ചയാകും. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തെങ്കിലും ദില്ലിയിലെ AICC ആസ്ഥാനത്തെ സമരത്തിൽ പോലും പ്രധാന നേതാക്കളുടെ അഭാവം പ്രകടമായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്രയെ തുടർച്ചയായി 3 ദിവസം ഭൂമി ഇടപാട് കേസിൽ ചോദ്യം ചെയ്തെങ്കിലും ഈ കാര്യത്തിൽ കോൺഗ്രസ് പരസ്യമായ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ എന്ന് പറയുമ്പോഴും ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ വെള്ളപൂശാൻ കഴിയാത്ത സാഹചര്യവും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ നീക്കത്തിനെതിരെ മേൽക്കോടതികളെ സമീപിക്കേണ്ടെന്നാണ് നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള കോൺഗ്രസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.